ഫാമിലിയോട് കൂടി എവിടെ പോകാമെന്നറിയാമോ? പഴനിക്ക് പോവുകയാണ്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് തീർത്ഥയാത്രയാണ്. 4-5 ദിവസം വ്രതമൊക്കെ എടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ എല്ലാവരും ഉണ്ട്. എൻ്റെ അമ്മ ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മൾ എല്ലാം ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ വെളുപ്പിനെ 4 മണിക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു വലിയ വ്ളോഗായിരിക്കും. വെറുപ്പിക്കണമെന്ന് പറഞ്ഞ് ആരും എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. നമ്മൾ 4 മണിക്ക് പോവാണ്. അതിനുവേണ്ടി മാമി നേരത്തെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുത്ത് നമുക്ക് വേഗം ഉറങ്ങാൻ. ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കുന്നത് ഇതിപ്പം 3 മണിയായിട്ടുണ്ട്. രാവിലെ എണീറ്റു, ചായ കുടിക്കും, കുളിക്കാം. അപ്പോൾ ഗൈസ് ഒരു 4-4:15 കൂടി ഞങ്ങൾ എല്ലാവരും എണീറ്റു. അങ്ങനെ പിള്ളേരെല്ലാം ഒരു 5 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ 3 പേര് റെഡിയായി. ഒരു വീട്ടിൽ നിന്ന് തന്നെ 4 വ്ളോഗാണ് ഈ വരുന്നത്. ഇവർ 3 പേരും എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 5:30-6 മണിയോട് കൂടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇരുട്ട് മൂടി കിടക്കുന്നത് മഴ ആയതുകൊണ്ടാണ് ഗൈസ്. വലിയവർ ഒരുങ്ങാനാണ് ഇത്രയും ടൈം എടുത്തത്. ഞങ്ങളൊരു 5 മണിയായപ്പോഴത്തേക്കും റെഡിയായി. അങ്ങനെ നമ്മൾ ഈ 6 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ വണ്ടി അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. ഇവിടെ ഫുള്ള് വെള്ളമാണ്. അതെല്ലാം മഴ ആയതുകൊണ്ടാണ്. നല്ല മഴയായിരുന്നു അന്നത്തെ ദിവസം രാത്രിയിൽ. പക്ഷെ പകൽ എന്തായാലും പെയ്തില്ല. അതെന്തോ ഒരു ഭാഗ്യം. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കാറിൻ്റെ അകത്ത് കയറിയിരുന്നു. ദേവും ഗൗരിയും കാശിയും പുറകിലായിരുന്നു. ഞാനിരുന്നില്ല, ഞാൻ പുറകിരുന്ന ഛർദ്ദിക്കും. അങ്ങനെ പാലക്കാടൊക്കെ എത്താറായപ്പോൾ നമ്മുടെ കാശി അവൻ്റെ ഓരോരോ പാക്കറ്റ് വീതം പൊട്ടിക്കാൻ തുടങ്ങി. ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് എന്തോ ആണ്. പിന്നെ ഹോട്ടൽ ലക്ഷ്മി നാരായൺ, ഇതും പാലക്കാട് കോയമ്പത്തൂർ ബോർഡറിലായിരുന്നു. അവിടെ കയറി എല്ലാവരും ഓരോ മസാല ദോശ പറഞ്ഞു. നമ്മൾ വെജാണല്ലോ, അമ്പലത്തിൽ പോവല്ലേ. അതുപോലെ ഞങ്ങൾ ഒരാഴ്ചയായിട്ട് വെജായിരുന്നു. അങ്ങനെ വടയില്ലാണ്ട് 2 മസാല ദോശ. അങ്ങനെ വടയും പറഞ്ഞു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിച്ചു. എല്ലാവരും ഓരോ ചായയും പറഞ്ഞു, അത് കുടിച്ചു. അതിനുശേഷം നമ്മൾ വണ്ടിക്കകത്ത് കയറിയിരുന്നു. ആ ഹോട്ടലിൽ വെച്ച് നമ്മൾ ഗൗരി എടുത്ത് ചോദിച്ചായിരുന്നു, ഗൗരി നിനക്ക് വാഷ്റൂമിൽ പോകണമെന്ന്. അവൾ പോകണ്ടെന്ന് വലിയ ജാടയിലൊക്കെ പറഞ്ഞു. എന്നാൽ അവൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒട്ടും പറ്റില്ല. അവൾക്ക് അത് പമ്പിൽ തന്നെ, അത് ഏതോ ഒരു പമ്പിൽ ബാത്റൂമിനോട് പ്രത്യേകം ഇഷ്ടമുള്ള കുട്ടിയാണ്. അങ്ങനെ ഏതോ ഒരു പമ്പ് നിർത്തി അവൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. അത് കഴിഞ്ഞൊരു 12:30 ആയപ്പോൾ നമ്മൾ പഴനിയിലെത്തി. ഇങ്ങനൊരു വ്യൂ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാൻ കേട്ടോ. നമ്മൾ തമിഴ്നാട് പഴനി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ റൂം എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. എന്താണ് ഇതിന്റെ പേര്? എന്താണ്? പളനി. അല്ല, റൂം എടുക്കാൻ വന്ന സ്ഥലത്തിന്റെ പേര് പളനി റൂം. എന്തോ ഒരു ബോർഡ്. അതല്ല, വേറെന്തോ ആയിരുന്നു. ഓക്കെ, സീക്രം മുടിയാത് ഞാൻ ഇങ്ങ പേശി തരാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് കുളിച്ചിട്ട് വൈകിട്ട് പോവാണ്. നമുക്ക് തങ്കത്തേര് കാണും. സോ നമ്മൾ ഇപ്പൊ തന്നെ കേറാണ്. ആൻഡ് ഇവിടെ എല്ലാവരും പഴനി പോയിട്ട് നമ്മൾ വൈകുന്നേരം തങ്കത്തൂര് കാണണം. എന്തൊരവസ്ഥയാണ്. പിന്നെ ഒരു ദിവസത്തേക്കായതുകൊണ്ട് ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അങ്ങ് തീരുമാനിച്ചു. വേറെ വഴിയില്ല. റൂം കിട്ടി. ഇറ്റ്സ് ലുക്കിംഗ് ലൈക്ക് ആശുപത്രി വാർഡ്. ആൻഡ് ഓൾസോ ജെറ്റ് സ്പ്രേ ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഓ മൈ ഗോഡ്. അങ്ങനെ റൂം തന്ന ട്രോമയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് അടിക്കാൻ വേണ്ടി ഞങ്ങളൊരു വീണ്ടും വെജ് ഹോട്ടലിലേക്ക് വന്നു. ഒരു അങ്കിള് പറഞ്ഞു തന്നെയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അത്യാവശ്യം നല്ല ഫുഡ് കഴിച്ചില്ലെങ്കിൽ അവിടെ ബാത്റൂമിൽ തന്നെ ഇരിക്കേണ്ടി വരും. ചമ്മന്തി പൊടിയൊക്കെ ഇട്ട് ഞങ്ങളത് കഴിച്ചു കേട്ടോ, നല്ലതായിരുന്നു. ഗൈസ്, നമ്മൾ ഒരുങ്ങിയത് മാത്രം. എന്താ ഇങ്ങനെ കൂവുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഫോൺ അലൗഡ് അല്ല. കുഴപ്പമില്ല, അത് കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ നമ്മളെല്ലാവരും, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നിങ്ങൾ എൻ്റെ മുത്ത് സബ്സ്ക്രൈബേഴ്സ് അല്ലേ. സോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പോയിട്ട് വരാം, ഞങ്ങൾക്ക് തങ്കത്തേര് തൊഴണം. അങ്ങനെ തങ്കത്തേരെല്ലാം തൊഴുതു ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ 8-9 മണിയായി. അതിൻ്റെ പോയിട്ട് വന്നിട്ടുള്ള ഇരിപ്പാണിത്. പോയ പോലൊന്നും അല്ലാന്നറിയാം. ശരിക്കും കുഴഞ്ഞു പോയി ഗൈസ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പോകുന്നത്. ഇവളൊക്കെ ചത്തിരിക്കുകയാണ്. നോക്ക്, എല്ലാവരും ചത്തിരിക്കുകയാണ്, ഞാൻ ഉൾപ്പെടെ. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഗൈസ്, ഞങ്ങൾ കഴിച്ച ഡിന്നറിനെ പറ്റി ചെറിയൊരു വാക്ക് പറയാനുണ്ട്. എനിക്ക് അവിടുന്ന് നിങ്ങളെ വീഡിയോ പോലും എടുത്ത് കാണിക്കാൻ തോന്നിയില്ല. കാരണം ഞങ്ങളെല്ലാവരും നെയ്റോസ്റ്റ് പറഞ്ഞു. ഇതുപോലെ ഹൈജീനിക് ആയിട്ടുള്ള കടയിൽ ഞാൻ കയറിയിട്ടില്ല. അവിടെ ഫുഡ് എടുക്കാൻ വന്ന ചേട്ടൻ്റെ ടീഷർട്ട് എന്ന് പറയുന്നത് ഫുള്ള് അഴുക്ക് പിടിച്ച് ഞങ്ങൾക്ക് തന്ന ചട്നി ഏതോ കുറ്റിക്കാട്ടിൽ നിന്നൊക്കെ എടുത്തോണ്ട് വരുന്നു.
നാളെ ചേച്ചി ഓരോ പമ്പിലും കാണും. തമിഴ്നാട്ടിൽ വന്ന ഈ തട്ടുകടയിൽ നിന്ന് കയറി കഴിക്കല്ലേ, കേരളം കണക്കല്ല. മാല ഊരിയിട്ട് റൂമിൽ പോകുന്നു, വിശ്രമിക്കുന്നു, കക്കൂസി കയറുന്നു. ഗൈസ് മാല ഊരാൻ പോയപ്പോഴെങ്കിലും ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പഴനിയുടെ പുറത്തു നിന്നുള്ള വ്യൂ നമുക്ക് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 6 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും റെഡിയായി. ഞങ്ങൾ നേരെ ആദിയോഗി ശിവ ടെമ്പിളിൽ പോയി റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കാറിൽ കയറി നേരെ പോവുകയാണ്. രാവിലെ തന്നെ വെറും വയലിൽ ഓരോ പരിപ്പോഴ കഴിച്ചു. അതിനുശേഷം ഞങ്ങളുടെ വയറിൽ വിശപ്പ് വന്നിട്ടേ ഇല്ല, ഗ്യാസ് കയറി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒരു 12:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ ആദിയോഗി ശിവ ടെമ്പിളിലെത്തി. ഞങ്ങൾ പോയത് വേറെ ഒരു സ്പെഷ്യൽ റൂട്ടിൽ കൂടെ ആയിരുന്നു. നല്ല അപ്പുറം ഇപ്പുറമൊക്കെ തെങ്ങ്, നല്ല വഴിയായിരുന്നു അത്. നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചാണ് വന്നത്. എൻ്റെ മുഖത്ത് ഇത്രയും സന്തോഷം ഞാൻ വരാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സ്ഥലമാണ്. പിന്നെ നിങ്ങൾ കണ്ടില്ലേ, 4 പാടും വ്ലോഗേഴ്സ് ആട്ടോ. പിന്നെ ഇവിടെ വന്നതിന് നോക്കും, നല്ല മലകൾ ചുറ്റിനും മലയും, ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലം തന്നെ. എനിക്കെന്താ പറയണമെന്നറിയില്ല. എൻ്റെ ഭയങ്കര നാളത്തെ ആഗ്രഹമായിരുന്നു ആദിയോഗിയിൽ വരണമെന്നുള്ളത്. എനിക്ക് പോകാൻ തോന്നില്ല, ഭയങ്കര പീസ്ഫുള്ളാണ്. നിങ്ങൾ വരണം ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പാലക്കാട് എത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വെജ് ഹോട്ടലിൽ കയറി കുറച്ച് വെജ് ഫുഡ് വീണ്ടും ഓർഡർ ചെയ്തു. ഞങ്ങൾ വ്രതം മുറിക്കാറായിട്ടില്ലായിരുന്നു. അങ്ങനെ മാമനും അമ്മമ്മയ്ക്ക് എന്തോ ഊണ് പറഞ്ഞു. ഞങ്ങൾ വീണ്ടും ഫ്രൈഡ് റൈസ് പറഞ്ഞു. കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ച് ഫ്രൈഡ് റൈസും മഷ്റൂമും ആണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. അത് ഞങ്ങളൊരു ഹണി കേക്കും കൂടി വാങ്ങി ഗൈസ്. അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഈ പേട അങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പാലക്കാട് എത്തിയിട്ട് പാലക്കാടിലേക്കുള്ള മറ്റേ ആ ടണലാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ആദിയോഗി ശിവ ടെമ്പിൾ പോയില്ലേ, അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ ഫോൺ നൈസായിട്ടൊന്നും ഓഫായി ആയിരുന്നില്ല. കാരണം ഞാൻ അവിടെ ഫുൾ ബ്രൈറ്റ്നെസ്സിൽ ഓൺ ആക്കിയിട്ട് പിന്നെ കുറേ നേരം ക്യാമറ ഓൺ ആക്കി വെച്ച് അങ്ങനെ അടിച്ച് പോയതാണ്. എനിക്ക് കൈ കഴിയുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി. പിന്നെ എനിക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരു ഹോട്ടലിലേക്ക്. അമ്മ തുടങ്ങിയിട്ടുണ്ട്. അന്നപാടെ ഞാൻ കുളിച്ചിട്ട് വീഡിയോയ്ക്ക് മുന്നിലിരുന്നു. ഇട്ട തുണിയെല്ലാം ബാഗിൽ ഇങ്ങനെ കെട്ടിപ്പോന്ന് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ എടുത്ത് പുറത്തിടാൻ പറയാനാണ്. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ. അപ്പം നമ്മളെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിയോഗി ശിവ ടെമ്പിൾ കഴിഞ്ഞ് വീട്ടിലെ പട്ടിയാണ് പിടിക്കണം. കറ്റാലോ എന്തൊരു വെള്ളച്ചാട്ടത്തിൽ പോയി. പക്ഷേ ഇപ്പം മഴ കൂടുതലാണ്, ഞങ്ങളെ വെള്ളച്ചാട്ടത്തിലേക്ക് കയറ്റി വിട്ടു. ഞങ്ങൾക്ക് ആർക്കും വിശന്നില്ല, കാരണം നമ്മൾ വെറും വയറ്റിൽ രാവിലെ പരിപ്പോടെ കഴിച്ചതുകൊണ്ട് എല്ലാവർക്കും വയറ് നിറച്ച് ഗ്യാസ് ഉള്ളത് കൊണ്ട് ആർക്കും വിശന്നില്ല. അത് കഴിഞ്ഞ് ഓർഡർ കയറിയിട്ട് എന്തായാലും ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങൾക്ക് ചോറ്റാനിക്കര അമ്പലത്തിൽ ഒരു 4-5 മണിക്കുള്ളിൽ വരണമായിരുന്നു. നേരെ ഒറ്റയ്ക്ക് വിട്ടു. ഭയങ്കര നമ്മൾ കേരളത്തിലോട്ട് 1 മിനിറ്റ് കേരളത്തിലോട്ട് കയറേണ്ട താമസമുള്ളൂ. ഭയങ്കര മഴ തുടങ്ങി എന്ന് വെച്ചാൽ ഭയങ്കര മഴ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇതെങ്ങനെ മേഘങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. ഇത് തമിഴ്നാട് കേരള ബോർഡറാണ്, ഇവിടെ മഴ വേണം. പക്ഷെ അത് കറക്റ്റായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ പോയി ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ചോറ്റാനിക്കര എത്തി. തൊഴുതു. അവിടെ നിന്ന് ഒരു 6:30 ആയപ്പോൾ ഇറങ്ങി. ഞങ്ങൾ ബാക്ക് വശം വഴി, കാരണം ചേർത്തല ഭാഗത്തൊക്കെ റോഡ് പൊളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അതിന് വേണ്ടി വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ബാക്ക് വശം വഴി വൈക്കം റോഡ് വഴി ഞങ്ങൾ നേരെ ആലപ്പുഴ കയറി. അങ്ങനെ ഫൈനലി നമ്മൾ ഇത്രയും ദിവസം വ്രതമായിരുന്നു. ഫൈനലി ഞങ്ങൾ വ്രതം മുറിച്ചു. ചിക്കനും പോത്തും ഒക്കെ കഴിച്ച് ഞങ്ങൾ വ്രതമൊക്കെ മുറിച്ചു. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ ചെന്നു. അവിടുത്തെ പെട്ടി സാധനങ്ങളൊക്കെ എടുത്ത് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞ് അമ്മ നേരെ കുളിപ്പിക്കാണ്ട് കേട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുളിച്ചു. എല്ലാം ഇനി തുണിയൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് കിടന്ന് ഉറങ്ങണം. ഭയങ്കര സങ്കടമുണ്ട് എനിക്ക്. ഫുഡ് ഞങ്ങൾ വ്രതം മുറിക്കുന്നതൊക്കെ എനിക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, ഒന്നും പറ്റിയില്ല. എന്തായാലും വളരെ നല്ല നിങ്ങൾക്ക് വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. അങ്ങനെ നമുക്ക് എന്തായാലും നമ്മൾ പോയതിൻ്റെ പർപ്പസ് നടന്നു. ലൈക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ പോയി, നന്നായിട്ട് പ്രാർത്ഥിച്ചു, നല്ലോണം പ്രാർത്ഥിക്കാൻ പറ്റിയായിരുന്നു, അത് നടന്നു. മായ ആദിയോഗി ശിവ ടെമ്പിൾ പോകണമെന്നുണ്ടായിരുന്നു, അങ്ങനെ അതും നടന്നു. സോ ഐ എം ഹാപ്പി. നമുക്കിതുപോലെ ഏതെങ്കിലുമൊക്കെ യാത്രയായിട്ട് വീണ്ടും കാണാം. യാത്ര എന്നല്ല, എൻ്റെ എന്തെങ്കിലുമൊക്കെ വെറുപ്പിരിയായിട്ട് ഞാൻ വീണ്ടും വരാം. അതിലേക്കും ഗൈസ് ബൈ. നിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ.